സംസ്ഥാനത്ത് വീണ്ടും നിപ. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള 38-കാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവാണ്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി. തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു 26 കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. ആ കൺട്രോൾ റൂമിൻ്റെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും. പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണ് കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. തച്ചനാട്ടുകരയിൽ ഒരു 4 വാർഡുകളും പിന്നെ കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു 2 വാർഡുകൾ, ഇങ്ങനെ 6 വാർഡുകളാണ് ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അടുത്ത ഒരു മണിയിൽ ആവും അത്. പിന്നെ അതല്ലാതെ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ കർശനമായിട്ടുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ തന്നെ അകത്തും പുറത്തും കയറുന്നത് പാടില്ല. എസെൻഷ്യൽ സർവീസസ് മാത്രമാണ്. എല്ലാ മൂവ്മെൻറ്റ്സും റെസ്ട്രിക്റ്റഡ് ആണ്. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, അവിടെ ചില വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പൂനെ വൈറോളജി ലാബിലേക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, പാലക്കാട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കർശനമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ 5ഓളം വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂട്ടം കൂടാനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കൂട്ടമുള്ള പരിപാടികളോ സംഘടിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കടകൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ അടക്കണം തുടങ്ങി കർശനമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്കുള്ള പ്രവേശനത്തിനും വിലക്കുണ്ട്. എന്നാൽ കൃത്യമായ ജാഗ്രതയോടുകൂടെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ കൂടാതെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കർശനമായ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇപ്പൊ ബാധിച്ച 38-കാരിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പാലക്കാട് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും അതിതീവ്ര വിഭാഗത്തിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിലാണ് യുവതി ചികിത്സയിൽ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗത്തിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ യുവതിയുടെ വീടിന് പരിസരത്ത് വവ്വാലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം വീടിന് മറുവശത്ത് റബ്ബർ തോട്ടമാണ്. അവിടെ നിരവധി വവ്വാലുകൾ ഉണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കർശനമായ പരിശോധനകളും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല 59 പേരാണ് യുവതിയുമായി സമ്പർക്ക പട്ടികയിലുള്ളത്. അവരോടൊക്കെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല അടുത്ത സമ്പർക്ക പട്ടികയിലുള്ള വീട്ടുകാരടക്കമുള്ളവരെ ക്വാറന്റൈനിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷമ്മി.